ഇവിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അമേരിക്ക ഓടിപ്പടച്ച് സിറിയയിലെ അൽ തൻഫ് എന്ന് പറഞ്ഞ ആ ഒരു ബേസിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട റീസൺ. ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൂവാണ് മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി. ഇതുകൊണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ വീണ്ടും എൻഗേജ്ഡ് ആവേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അതാണ് സിറിയയുടെ ഭരണാധികാരിയുടെ ലക്ഷ്യം. സിറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള അഹമ്മദ് അൽ ഷാറ അഥവാ അബു മുഹമ്മദ് ജൊലാനി എന്ന് പറഞ്ഞ വ്യക്തി, ഈ നുസ്ര ഫ്രണ്ടിൻ്റെ തലവനായിട്ടിരുന്ന ഈ അഹമ്മദ് അൽ ഷാറ ശരിക്കും പല തീവ്രവാദ സംഘടനകളുടെയും ഒരു പ്രതിനിധിയാണ്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഐസിസിൻ്റെ പ്രതിനിധിയാണ്. സിറിയ എൻറ്റയർലി ഐസിസിൻ്റെ കീഴിൽ വന്നിരിക്കുകയാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇടയ്ക്ക് ഈ SDF എന്ന് പറഞ്ഞ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ കുർദുകൾ കൈവശം വെച്ചിരുന്ന ആ മേഖലകൾ മൊത്തം ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ എൻറ്റയർ ഏരിയ മൊത്തം തൂത്തുപിറക്കി വൃത്തിയാക്കി സിറിയയുടെ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഡമസ്കസിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ HTSൻ്റെ അഥവാ ഈ ഐസിസിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഐസിസുകാരായിട്ടുള്ള കുറേ ഭീകരന്മാരെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പൊക്കെ ഇപ്പോൾ എംറ്റി ആണ്. ആ ക്യാമ്പിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ സ്വയമേ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ തീവ്ര നിലപാടുള്ള ആശയങ്ങളുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരാണ് ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് അവനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവൻ പുറത്തുള്ള ഒരു 10 പേരെയും കൂടി പൊട്ടിത്തെറിപ്പിച്ചിട്ടേ അവൻ പൊട്ടുള്ളൂ. അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് സ്വയമേ ഈ ബോംബ് നിർമ്മിക്കാൻ കഴിവുള്ള ആൾക്കാർ, അങ്ങനെ ഇതുപോലത്തെ പല പ്രവൃത്തികളിൽ സ്പെഷ്യലൈസ് ചെയ്ത ഭീകരന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. യുവമാരെയെല്ലാം ഇപ്പോൾ സേഫായിട്ട് ഇറാഖിൻ്റെ ഉള്ളിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം SDFൻ്റെ ആ മേജർ പോർഷൻ ഇപ്പം സിറിയ കൈക്കലാക്കിയല്ലോ. അപ്പോൾ ഇതിന് അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഐസിസ് ഭീകരവാദിയാണ് പുതിയ യൂണിഫോമിൽ സിറിയൻ നാഷണൽ ആർമി എന്നുള്ള നിലയിൽ വന്ന് നിൽക്കുന്നത്. പുതിയ കുപ്പായം, അത്രയേ ഉള്ളൂ. ഈ പുതിയ കുപ്പായത്തിൽ പണ്ട് അസാദ് റെജീമിനോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ആർമിയിൽപ്പെട്ട ആൾക്കാരുമുണ്ട് കേട്ടോ. അതിലും അന്നത്തെ മൈനോറിറ്റി ആയിട്ട് കരുതപ്പെടുന്ന സുന്നി വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരും കൂടി ഇപ്പം ഇവരുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് സിറിയ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇപ്പം SDF അഥവാ ഈ കുർദുകൾ പിടിച്ചു വെച്ചിരുന്ന ഏരിയ ഇപ്പോൾ ഡമസ്കസിനോട് ലയിച്ച് ഒരു വലിയ യൂണിഫൈഡ് സിറിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഭിന്നിച്ച് നിൽക്കുന്ന ആരാണ്? അൽ സുവൈദ, ഡ്രൂസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ ടെൻഷൻ. ഇപ്പോഴത്തെ ടെൻഷൻ ഇസ്രായേലിന് വന്നിരിക്കുന്നത് ഗോലാൻ ഹൈറ്റ്സ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഗോലാൻ ഹൈറ്റ്സിന് നേരെ ഈ ഐസിസുകാരന്മാർ ഇരച്ചു കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം ഇന്നലെ അൽ സുവൈദ മേഖലയിൽ പ്രത്യേകിച്ച് കൊനെഡ്ര വരെ ഇസ്രായേലിൻ്റെ IDF ഒരു റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റെയ്ഡ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പ്. അതായത് നിങ്ങൾ അവിടെയൊക്കെ പിടിച്ചു, SDFനെയൊക്കെ നിങ്ങൾ പിടിച്ചു, നിങ്ങൾ കുർദുകളെയൊക്കെ അവിടെ നിന്ന് ഓട്ടിച്ചു, അതൊക്കെ ശരി, പക്ഷെ ഇങ്ങോട്ട് വരരുത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇസ്രായേൽ ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രമാത്രം ഇതിൽ കൺസേൺ ആയിട്ട് നോക്കിക്കാണുന്നത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ സിറിയക്കുള്ളിൽ ഈ അഹമ്മദ് അൽ ഷാറ ശരിക്കും ഈ AQ എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു വന്ന ഐസിസ്, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഒരു സെപ്പറേറ്റ് ആയിട്ട് ബ്രാഞ്ച് ചെയ്തതാണ് നുസ്ര ഫ്രണ്ട് എന്ന് പറയുന്നത്. ആ നുസ്ര ഫ്രണ്ട് കഴിഞ്ഞിട്ടാണ് HTS. ഈ HTS എന്ന് പറയുന്നത് സിറിയയ്ക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് രൂപം കൊടുത്തതാണ് ഈ സംഘടന. ഈ സംഘടനയുടെ തലപ്പത്താണ് അഹമ്മദ് അൽ ഷാറ ഉള്ളത്. ഈ അഹമ്മദ് അൽ ഷാറയെ ഇറാഖിലുള്ള ജയിലിൽ വെച്ചിട്ട് അമേരിക്ക തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വാദം കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ സ്പൈ ഏജന്റ് ആയിട്ടാണ് അഹമ്മദ് അൽ ഷാറ വരുന്നത്. അതുകൊണ്ടാണ് അഹമ്മദ് അൽ ഷാറയുമായിട്ട് ഈ രീതിയിലുള്ള നിലപാടുകൾ അമേരിക്ക സ്വീകരിക്കുന്നത് എന്നാണ് പൊതുവിൽ ഈ അമേരിക്ക എന്തുകൊണ്ടാണ് ഈ സിറിയയെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ എത്രത്തോളം റിസർച്ച് നടത്തിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ആകെയുള്ള ഒരു ലിങ്ക് അത് മാത്രമാണുള്ളത്. പക്ഷേ ഇയാളുടെ തലച്ചോറിൽ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്, ഇയാളുടെ ബേസിക് ലെവലിലുള്ള എഡ്യൂക്കേഷൻ എന്താണ്, ഇയാളുടെ ഫണ്ടമെന്റലിസം എന്താണെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് തീവ്ര ഇസ്ലാമിക നിലപാട് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇതിൻ്റെ സിംബോളിസം എന്താണെന്ന് പറഞ്ഞാൽ റക്ക എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയെ ഈ പുതിയ സിറിയയുടെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുക. ഇതാണ് ഈ ഐസിസിൻ്റെ നിലപാട്. അപ്പോൾ ഈ റക്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവരുടെ അണ്ടറിൽ ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ റക്ക, ഹോംസ് എന്ന് പറഞ്ഞ നഗരങ്ങളെല്ലാം തന്നെയും ഏറ്റവും കൂടുതൽ മൈനോറിറ്റികളും കൂടി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഐസിസ് പണ്ടേ ഈ അറബ് വസന്തം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഈ റക്ക എന്ന് പറഞ്ഞ ആ നഗരത്തിനെയാണ് ഇവർ തലസ്ഥാനമായിട്ട് സെൽഫ് ഡിക്ലെയർഡ് ക്യാപിറ്റൽ ആയിട്ടാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഈ റക്കയെ. ഈ റക്കയിൽ വെച്ചിട്ടാണ് ഇവർ ISIS എമർജ് ചെയ്ത് വരുന്ന സമയത്ത് അന്ന് സിറിയൻ അറബ് ആർമി ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്തിരുന്ന സിറിയൻ അറബ് ആർമി. ആ സിറിയൻ അറബ് ആർമിയിൽപ്പെട്ട സോൾജേഴ്സിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ മറ്റുള്ള പൊതുജനങ്ങൾക്ക് മധ്യേ നിർത്തിയിട്ട് അവരെ വധിച്ചത് ഇവിടെ വെച്ചിട്ടാണ്, റക്കയിൽ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ISISകാർ ഈ റക്കയെ അവരുടെ
ഒരു സെൽഫ് ഡിക്ലെയർഡ് തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ഈ റക്കയിൽ ഒരു സൂക്കുണ്ട്. ഈ സൂക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ്. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. സൂക്ക് അൽ സബായ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സൂക്ക് അൽ സബായ. ഈ സൂക്ക് അൽ സബായയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐസിസുകാരന്മാർ അന്ന് ഇതേ പഴയ ആചാരം, അതായത് ഈ പഴയ ആചാരമായിട്ടുള്ള അടിമക്കച്ചവടം, ഈ അടിമക്കച്ചവടം നടത്താൻ ഇവർ ഇറാഖിന്റെ ഉള്ളിൽ നിന്നും അവിടുത്തെ യസീദി സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് അടിമക്കച്ചവടം ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്നത് 100, 150, 200 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഏതാണ്ട് 10, 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വളരെ കൃത്യമായിട്ട് ആലോചിച്ചെടുക്കണം. അതായത് യസീദി സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വെച്ചിട്ട് അടിമക്കച്ചവടം ചെയ്യാണ്. അതായത് ചന്തയിലിട്ട് വിൽക്കുകയാണ് പെണ്ണുങ്ങളെ. അതായിരുന്നു റക്ക. അപ്പോൾ ഇതിനു മുമ്പ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ അറബ് വസന്തം നടന്നിരുന്ന സമയത്ത് സിറിയയിൽ ഉണ്ടായിരുന്ന ഐസിസ് ഭീകരന്മാരിൽ പലരും ഇപ്പൊ സിറിയക്കുള്ളിൽ തിരിച്ചു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റക്ക മേഖലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്കയ്ക്ക് അറിയാത്തതൊന്നുമില്ല. അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കണ്ണടക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഐസിസുകാരെ തെരഞ്ഞ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും റെയ്ഡ് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും അറ്റാക്ക് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ ഐസിസുകാരനാണല്ലോ അവിടെ ഇരിക്കുന്നത് തലപ്പത്ത്. അവനിൽ കൂടുതൽ ഒരു ഐസിസുകാരനുണ്ടോ? അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഈ വിഷയത്തിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഐസിസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡാണ് സിറിയയിലൂടെ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം. ഒരു മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ സിറിയയിൽ വൻതോതിൽ ഈ ഐസിസിന്റെ ഭീകരത തുടരും. അത് തുടരുന്ന സമയത്ത് മാത്രമേ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുള്ളൂ. ഇപ്പം യുവമാരെല്ലാം തന്നെ ഇറാഖിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ആ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ പല സ്ഥലങ്ങളിലും പല പല സംഘടനകളിൽ ഇവർ അഫിലിയേറ്റ് ആയി അവിടെ ജീവിക്കുകയായിരുന്നു. പലരും ക്യാമ്പുകളിലൊക്കെ താമസിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്ക ഒരു സൈഡിൽ, ഇറാഖിന്റെ സൈഡിലുള്ള ക്യാമ്പെല്ലാം തന്നെ അമേരിക്ക മാറ്റിയിട്ടുണ്ട്. അതുപോലെ സിറിയക്കുള്ളിലുണ്ടായിരുന്ന ഒരുവിധം അമേരിക്കൻ ബേസ് എല്ലാം തന്നെ ഇപ്പം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ടൊരു ലാൻഡ് ഐസിസിന് കിട്ടിയിരിക്കുകയാണ്. ഈ ഐസിസ് എന്ന് പറഞ്ഞ ഭീകരവാദം ഒരിക്കലും തോൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ഫോർമേഷൻ ചേഞ്ച് നടത്തിയിരിക്കുകയാണ്. പുതിയ ഒരു മിലീഷ്യ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് സിറിയ. അതായത് ഞാൻ പറയുന്നത് അഹമ്മദ് അൽ ഷറയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ ആക്ച്വൽ ഇന്നത്തെ ഡെമോക്രാറ്റിക് സിറിയ എന്ന് മറ്റുള്ളവർ വെസ്റ്റേൺ രാജ്യങ്ങളും അതേപോലെ അമേരിക്കയും പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ സിറിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. VDCNY റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് 2024 ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ദ വയലേഷൻ ഡോക്യുമെന്റേഷൻ റിപ്പോർട്ട് ഇൻ നോർത്തേൺ സിറിയ. അതായത് VDCNY എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫോമിൻ്റെ അബ്രിവേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത് ആയിരക്കണക്കിന് ഐസിസ് ഭീകരന്മാർ തുർക്കി ബാക്ക്ഡ് സിറിയൻ നാഷണൽ ആർമിയിൽ ചേർന്നിട്ടുണ്ട്. അവരവിടെയാണ് മെർജായത്. അതായത് തുർക്കിയാണ് ഈ ഐസിസുകാരെ മൊത്തം സംരക്ഷിച്ച് വെച്ചിരുന്നത്. അതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തുർക്കിയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് തുർക്കിക്ക് സിറിയയ്ക്കുള്ളിൽ ഇത്രമാത്രം താല്പര്യം വന്നത്? തുർക്കി എന്തുകൊണ്ടാണ് സിറിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നത്? അപ്പം ഫ്രണ്ട് ലൈനിൽ വന്ന് നിൽക്കുകയാണ് തുർക്കി സിറിയയെ സംബന്ധിച്ചിടത്തോളം. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും കാലം ഈ ഐസിസ് ഭീകരന്മാരെ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരുന്നത് തുർക്കിയാണ്. അപ്പോൾ ഈ സിറിയൻ നാഷണൽ ആർമി എന്ന് ഇവർ വിളിക്കുന്ന ഈ സിറിയൻ നാഷണൽ ആർമിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറിയൻ നാഷണൽ ആർമി ഫോംഡ് ബൈ തുർക്കി ഇൻ 2017. 2017 ഈ സിറിയൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുക്കുന്നത്. അത് തുർക്കിയിലാണ് ഇതിൻ്റെ ഉത്ഭവം തന്നെ. അപ്പം അങ്ങനെ തുർക്കിയിലുണ്ടായ സിറിയൻ നാഷണൽ ആർമിയെ പിന്നീട് സിറിയയ്ക്കുള്ളിൽ ഒഫീഷ്യലി അംഗീകരിക്കുകയായിരുന്നു. അതാണ് ഫ്രീ സിറിയൻ ആർമി എന്ന് പറഞ്ഞിട്ട് FSA എന്ന് വിളിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇവരെ സിറിയൻ ആർമിക്കുള്ളിൽ അവർ തിരികെ കയറ്റുകയായിരുന്നു. അപ്പോൾ ഈ തിരികെ കയറ്റുന്നതിന് തുർക്കി ഉപയോഗിച്ചിരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞാൽ കുർദുകൾക്കെതിരെയുള്ള നീക്കത്തിനെ സഹായിക്കുന്ന തരത്തിൽ തുർക്കി സിറിയയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഈ ട്രൂപ്പിനെ FSA എന്ന് വിളിച്ചുകൊണ്ട് ഈ ഫ്രീ സിറിയൻ ആർമി എന്നുള്ള പേരിട്ടുകൊണ്ട് ഈ തീവ്രവാദികളെ സിറിയയ്ക്കുള്ളിൽ കയറ്റിവിടുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഇപ്പോഴത്തെ SDFനെതിരെ നിലപാടെടുക്കാനും SDFനെതിരെ പടപൊരുതാനും വേണ്ടിയിട്ടാണ് ഈ തുർക്കി ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ധരിപ്പിച്ചുകൊണ്ട് സിറിയയ്ക്കുള്ളിൽ ഈ തുർക്കിയിൽ നിന്നും ഈ ഐസിസ് ഭീകരന്മാരെ കയറ്റിവിടുകയായിരുന്നു. എന്നിട്ട് ഈ ISISനെ തോൽപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുത്തത്? ISISനെ തോൽപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും SDFൻ്റെതല്ല, കുർദുകൾക്കല്ല അത് കൊടുക്കേണ്ടത്. കാരണം അന്ന് ISISനെ തോൽപ്പിച്ചത് കുർദുകളാണെന്നുണ്ടെങ്കിൽ ഇന്നും അവർക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് അവർക്കത് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് ഈ SDFൻ്റെ പരാജയത്തോടു കൂടിയാണ് റഷ്യയുടെയും അസാദ് റെജീമിൻ്റെയും അതുപോലെ ഹിസ്ബുള്ളയുടെയും ഇമ്പോർട്ടൻസ് വളരെയധികം ചർച്ചയാകുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഐസിസിനെ മാറ്റി നിർത്തിയിരുന്നത് ഈ ഹിസ്ബുള്ളയും സിറിയയുടെ അസാദ് റെജീമും റഷ്യയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഇന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണ്? അന്ന് ഐസിസിനെ തടഞ്ഞു നിർത്താനുള്ള കപ്പാസിറ്റി SDFന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് അതില്ലാതെ പോയി? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് SDFന് ഉത്തരമില്ല.
അതിന് അമേരിക്ക പിന്തുണച്ചില്ല. അതൊരു റീസണേ അല്ല. കാരണം അവരുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ SDF ആണ്, ഞങ്ങൾ കുർദുകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന പോരാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നെങ്കിൽ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമല്ലേ, അവർ പൊരുതുന്നില്ലേ? അപ്പോൾ അതേപോലെയുള്ള കപ്പാസിറ്റി അവർക്കില്ല, അതേപോലെയുള്ള മാനസികാവസ്ഥ അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ റഷ്യയും ഹിസ്ബുള്ളയും അസാദ് റെജീമും ശക്തമായി ഐസിസിനെ അടിച്ചൊതുക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം മാത്രമാണ് SDFന് കിട്ടിയിരുന്നത്. അല്ലാതെ അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടോ അമേരിക്ക പ്രൊട്ടക്ഷൻ കൊടുത്തത് കൊണ്ടോ ഒന്നുമല്ല. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ പണിയെടുത്തത് റഷ്യ, അസാദ് റെജീം, അതേപോലെ ഹിസ്ബുള്ള. ഐസിസിനെ ഡിഫീറ്റ് ചെയ്ത് ക്രെഡിറ്റ് കൊണ്ടുപോയത് അമേരിക്കയും SDFും. അതാണ് യാഥാർത്ഥ്യം. കാരണം ഇവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഐസിസ് എന്ന് പറഞ്ഞ സുന്നി ആശയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ തീവ്രവാദ സംഘടനയ്ക്ക് എതിരാണ് ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഷിയ ആശയങ്ങളുടെ തീവ്ര നിലപാടുള്ള സംഘടനയായിട്ടുള്ള ഇപ്പം ലെബനാനിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഈ ഹിസ്ബുള്ള സംഘടന. ഇവർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ളത്. ആശയപരമായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലാണ്. അപ്പം അതുകൊണ്ട് ഇവരും അവരും തമ്മിലായിരുന്നു അടി ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ ശരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നതാണ് അസാദ് റെജീമും അതേപോലെ റഷ്യയും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഐസിസിനെ അടിച്ചൊതുക്കിയതിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1-2 സ്ഥലങ്ങളിൽ ചില പ്രത്യേക ആൾക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടി മാത്രം ചില പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ മാത്രമാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഐസിസ് എന്ന് പറഞ്ഞ ആ സംഘടന വളർന്ന് പന്തലിച്ചത് തന്നെ ഫ്രീ സിറിയൻ ആർമി എന്ന് പറഞ്ഞ FSA എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മയുടെ കീഴിലാണ് പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. ഇപ്പം വീണ്ടും ആ ആർമി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം തുർക്കി അവിടെ പ്രസൻസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇസ്രായേലിന് അതൊരു കൃത്യമായ താക്കീതായിട്ട് തന്നെയാണ് മനസ്സിലാകുന്നത്. HTSന്റെ നേതാവായിട്ടുള്ള അബു മുഹമ്മദ് ജലാനി ഈ SDFനെ കൂട്ടിച്ചേർത്ത് അതോടൊപ്പം നിൽക്കില്ല. തീർച്ചയായിട്ടും അൽ സുബൈദ എന്ന് പറഞ്ഞ ആ സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി വരും. അപ്പോൾ വീണ്ടും ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ആക്രമണങ്ങൾ വരും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഓൾറെഡി തന്നെ ഇസ്രായേൽ കരുതിക്കൂട്ടിയിരിക്കുകയാണ് ഇതും പ്രതീക്ഷിച്ച്. ഇപ്പം ഐസിസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നിലവിൽ ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐസിസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ചില നിർണായകമായിട്ടുള്ള വ്യക്തികളുടെ ഡേറ്റ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം. അതിലൊരു വ്യക്തിയാണ് 2015 ഐസിസിൽ ചേർന്ന അബു മുഹമ്മദ് അൽ ജസ്രാവി. ഇയാൾ സൗദിക്കാരനാണ്. സിറിയൻ ആർമി ഫോഴ്സിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അയാൾ നുസ്ര ഫ്രണ്ടിലേക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. ഈ നുസ്ര ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ AQ എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയുടെ ബ്രാഞ്ചാണ്. ഈ സിറിയൻ ആർമി ഫോഴ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ ഈ സിറിയൻ ആർമി ഫോഴ്സ് വേറൊരു സെപ്പറേറ്റ് സംഘടന രൂപീകരിക്കുന്നുണ്ട്. അഹ്റാർ അൽ ഷാം എന്നാണ് അതിന്റെ പേര്. ഈ അൽ ഷാം എന്ന് പറയുന്നത് സിറിയാണ് കേട്ടോ. സിറിയ എന്ന് പറയുന്നതിന്റെ വേറൊരു പദമാണ് അൽ ഷാം. അപ്പോൾ അഹ്റാർ അൽ ഷാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. ആ സംഘടനയിൽ പുള്ളി മെമ്പർ ആവുന്നുണ്ട് ഈ സൗദിക്കാരൻ അബു മുഹമ്മദ് അൽ ജസ്രാവി. അയാൾ ഇപ്പോഴും സിറിയക്കുള്ളിൽ ഉണ്ട് എന്ന് മാത്രമല്ല വളരെ നിർണായകമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് തുടരുന്നത്. അടുത്ത വ്യക്തിയാണ് ബഷർ സമീദ്. ഈ ബഷർ സമീദ് എന്ന് പറഞ്ഞ വ്യക്തി 2014 ഐസിസിൽ ജോയിൻ ചെയ്യാണ്. 2014 അബു ഇസ്ലാം അൽ ഖലമൗനി എന്നാണ് ഇയാളുടെ മറ്റൊരു പേര്. ഇയാൾ കാറുകളിൽ ബോംബ് വെക്കുന്നതിൽ വിദഗ്ധനാണ്. ഇയാൾ ഇപ്പോഴും സിറിയക്കുള്ളിലുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള പൊസിഷൻ. ഞാൻ പറയുന്ന വ്യക്തികളെല്ലാം തന്നെ സിറിയയിൽ ഡമസ്കസിൽ ഇപ്പം എലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമ നടത്തിയിട്ട് ഒരു 200 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഹമ്മദ് അൽ ഷറ സ്വന്തം നിലയ്ക്ക് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്വന്തം നിലയ്ക്ക് വിളിച്ചു കൂട്ടിയ ആൾക്കാരുടെ പേരിൽ ഇവരുടെ പേരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇയാളും ഈ സിറിയൻ നാഷണൽ ആർമി എന്ന് വിളിക്കപ്പെടുന്ന ആ ആർമിയുടെ തന്നെ ഫാക്ഷൻ ഗ്രൂപ്പായിട്ടുള്ള വേറൊരു സംഘടനയുണ്ട് അഹ്റാർ അൽ ഷർക്കിയ. ഈ അഹ്റാർ അൽ ഷർക്കിയയിൽ ഇയാൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഘടന രൂപീകരിക്കുക, അതിൽ നിന്ന് വേറൊരു സംഘടന രൂപീകരിക്കുക, അവിടെ ഒരു പൊസിഷൻ കൊടുക്കുക. പലപ്പോഴും പൊസിഷന് വേണ്ടിയിട്ടാണ് സംഘടനകൾ വേർതിരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വേർതിരിക്കപ്പെടുമ്പോഴത്തേക്കും അതിനൊരു തലവനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു തലവനുണ്ടാകുമ്പോൾ അയാളുടെ കീഴിൽ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെക്ട് ആയിട്ടാണ് ഇതിങ്ങനെ പിരിഞ്ഞ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവർ പ്രത്യക്ഷത്തിൽ എല്ലാം ഒറ്റ സംഘടനയാണ്. അടുത്തൊരു വ്യക്തിയുണ്ട് ഷബഹി അൽ ഇബ്രാഹിം അൽ മുസ്ലിഹി, ഇയാളുടെ പേര്. ഇയാളാണ് എക്സിക്യൂഷൻസ് തീരുമാനിക്കുന്നത്. അതായത് ആ സംഘടനയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനുള്ള എക്സിക്യൂഷൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള എക്സിക്യൂഷൻസ്, അതായത് ഓപ്പറേഷൻ എക്സിക്യൂഷൻസ്. അതായത് ഞാൻ ഇന്ന് പൊട്ടിത്തെറിക്കാം, ഇല്ല നീ നാളെ പൊട്ടിത്തെറിച്ചാൽ മതി, നീ മറ്റന്നാൾ പൊട്ടിത്തെറിച്ചാൽ മതി, നീ ഇന്ന് പോകണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സൂറ കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിലുണ്ട്. ആ കൗൺസിലിൻ്റെ തലപ്പത്ത് ഇയാളായിരുന്നു. ഇപ്പോഴും ഇയാൾ സിറിയക്കുള്ളിലുണ്ട്. ഇവരൊക്കെ തിരികെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവാദ് ജമാൽ അൽ ജറാദ്, ഇങ്ങനൊരു വ്യക്തിയുണ്ട്, അവാദ് ജമാൽ അൽ ജറാദ്. ഇയാൾ ഐസിസിൽ ഒരു ബറ്റാലിയനായിട്ട് ഒരു കമാൻഡറായിട്ട് ജോയിൻ ചെയ്ത ആളാണ്. പിന്നീട് ഇയാൾക്കും ഒരു ഡിവിഷൻ കൊടുക്കുന്നുണ്ട്. അഹ്റാർ അൽ ഷർക്കിയ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽ ഹംസ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ രൂപീകരിച്ച് ആ ഡിവിഷൻ്റെ തലപ്പത്ത് ഇയാളെ കൊണ്ട് വെക്കുന്നുണ്ട്. ഈ ഹംസ ഡിവിഷൻ്റെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് പറഞ്ഞാൽ സെക്ടേറിയൻ വയലൻസ്,
അതായത് ഇവർ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ഉള്ളിൽ പോകണം എന്നുണ്ടെങ്കിലോ ഏതെങ്കിലും പ്രത്യേക സെക്റ്റുകൾക്കെതിരെയുള്ള ഇപ്പം അലാവൈറ്റുകളെ ടാർഗറ്റ് ചെയ്യണം, അതുപോലെ സിറിയയിൽ സുവൈദയിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പ്രത്യേക സെക്റ്റുകൾ, വില്ലേജുകൾ ഇങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്തുള്ള ഓപ്പറേഷൻസ് നടത്തുന്നതിൽ വിദഗ്ധനാണ് ഈ വ്യക്തി. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരാളല്ല, ഇയാൾക്ക് കീഴിൽ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരൊരു ടീമായിട്ട് അങ്ങ് പോകും. ആ ഒരു ജോലിയാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അയാൾ സിറിയക്കുള്ളിൽ അതേ ജോലിയിൽ തിരികെ വന്നിരിക്കുകയാണ്. അടുത്ത വ്യക്തിയാണ് മജീദ് അൽ ഖാലിദ്. ഈ മജീദ് അൽ ഖാലിദ് സിറിയക്കുള്ളിൽ ഹമ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. ഹമ ഏരിയയിൽ ഐസിസിന്റെ ബ്രാഞ്ച് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ മജീദ് അൽ ഖാലിദ്. ഇയാൾ മറ്റൊരു ഇതേപോലെ പൊട്ടിത്തെറിക്കുന്ന ബറ്റാലിയൻസിന്റെ കമാൻഡറാണ്. ഇയാൾ ഹംസ ഡിവിഷന്റെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇയാൾ ഐസിസ് ഈ ഹമ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. സാലേം തുർക്കി അൽ അൻതാരി, ഈ വ്യക്തി പാൽമിറ എന്ന് പറഞ്ഞിട്ട് സിറിയക്കുള്ളിൽ ഒരു ഏരിയ ഉണ്ട്. അതായത് ഈ അലെപ്പോ നഗരത്തിന്റെ അടുത്തായിട്ടാണ് ഈ പാൽമിറ വരുന്നത്. പാൽമിറ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയുടെ ഐസിസിന്റെ എമീർ ആയിരുന്നു ഈ വ്യക്തി. ഐസിസിന്റെ എമീർ എന്ന് പറയുന്നത് അതിന്റെ ചീഫ് പൊസിഷനെയാണ് എമീർ എന്ന് വിളിക്കുന്നത്. പാൽമിറയിൽ ഐസിസിന്റെ എമീർ. ഇയാൾ അഹ്റാർ അൽ ഷർക്കിയ എന്ന് പറഞ്ഞ ആ ഒരു മെയിൻ ബ്രാഞ്ചിന്റെ തന്നെ ആളായിരുന്നു. ഇയാൾ 2024 അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. എവിടെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? US ബാക്ക്ഡ് സിറിയ ഫ്രീ ആർമി, അമേരിക്ക പിന്തുണയ്ക്കുന്ന സിറിയ ബാക്ക്ഡ് ആർമിയിൽ കമാൻഡറായിട്ട് ഇയാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2024 ഈ സാലിം തുർക്കി അൽ അൻതാരിയെ ട്രെയിൻ ചെയ്തത് അമേരിക്കയുടെ അൽതനഫ് ബേസിൽ വെച്ചിട്ടാണ്. അൽതനഫ് ബേസിൽ വെച്ചിട്ടാണ് ഈ സാലിം തുർക്കി അൽ അൻതാരിയെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്താണ് ചെയ്യുന്നത്, പ്രത്യക്ഷത്തിൽ ഐസിസുകാർക്ക് എതിരെയുള്ള നിലപാടെടുക്കുന്നു എന്ന് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും, എന്നാൽ ഒരു സൈഡിൽ കൂടെ അൽതനഫ് ബേസിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഐസിസ് ഭീകരന്മാർക്കൊക്കെ ട്രെയിനിങ് ഇവരെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ റാദ് ഈസ അൽ ബർഗാഷ്, ഈ വ്യക്തി 2013 മുതലേ ഐസിസിലുണ്ട്. ഇയാളൊരു സീനിയർ സെക്യൂരിറ്റി ഓഫീസറാണ്. അഹ്റാർ അൽ ഷർക്കിയ എന്ന് പറഞ്ഞ ആ ഐസിസിന്റെ സംഘടനയ്ക്ക് കീഴിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. താമർ നാസർ അൽ ഇറാഖി, ഇത് അടുത്തൊരു ഐസിസുകാരനാണ്. ഇയാൾ ഈ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ ആംഡ് ഫോഴ്സസിന് കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലത്തെ ആംഡ് ഫോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആ മെറ്റീരിയലിലുള്ള ടെക്നിക്കൽ വിഭാഗം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഈ വ്യക്തി. ഇയാളും തുർക്കി ബാക്ക്ഡ് ഫോഴ്സിലൂടെ സിറിയക്കുള്ളിൽ വന്ന വ്യക്തിയാണ്. അടുത്താണ് സെയ്ഫ് ബൗലൂദ് അബുബക്കർ. ഈ സെയ്ഫ് ബൗലൂദ് അബുബക്കർ എന്ന് പറയുന്നത് ഇന്നത്തെ ഐസിസിന്റെ ഗവർണറാണ്. ഇയാളും ഇപ്പോൾ സിറിയക്കുള്ളിലുണ്ട്. ഗവർണർ ഓഫ് അൽ ബാബ് എന്ന് വിളിക്കുന്നതാണ്. ഈ അൽ ബാബ് എന്ന് വിളിക്കപ്പെടുന്ന സിറിയയിലുള്ള സ്ഥലത്തിലാണ് ഈ ഗവർണർ എന്ന് വിളിക്കുന്ന സയ്യിദ് ബലൂദ് അബുബക്കർ സ്റ്റേ ചെയ്യുന്നത്. ഈ ഹംസ ഡിവിഷൻ എന്ന് പറഞ്ഞ ആ ഡിവിഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇയാളുടെ കീഴിലാണ്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇയാൾ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇയാൾ പലപ്പോഴായിട്ട് വീഡിയോ ഫൂട്ടേജ് ഒക്കെ പുറത്തുവിടാറുണ്ട്. ഐസിസിൻ്റെതായിട്ടുള്ള വീഡിയോകൾ പുറത്തുവിടുന്നതിൽ ഇയാളാണ് നമ്പർ 1. ഏത് വീഡിയോ പുറത്തു പോകണം, എങ്ങനെ പ്രൊപ്പഗൻഡ സെറ്റ് ചെയ്യണം, എങ്ങനെയാണ് ഐസിസിനെ കുറിച്ച് പുറം ലോകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എവിടെയൊക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ വ്യക്തിയാണ്. 2025 യൂറോപ്യൻ യൂണിയൻ ഇയാൾക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസ് എന്നുള്ള കാറ്റഗറിയിലാണ് സാധാരണ ഈ തീവ്രവാദികൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തുന്നത്. ആ ലിസ്റ്റിൽപ്പെട്ട ആളാണ് സെയ്ഫ് ബലൂദ് അബുബക്കർ. ഇയാൾ സീനിയർ കമാൻഡർ ഇൻ സിറിയൻ ആർമി, അതായത് അഹമ്മദ് അൽ ഷാറ നയിക്കുന്ന STSന്റെ ഭരണകൂടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിറിയയിൽ ഡമസ്കസ് ഭരണകൂടത്തിൽ സിറിയൻ നാഷണൽ ആർമിയുടെ സീനിയർ കമാൻഡിംഗ് ഓഫീസറാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അതായത് ഞാൻ പറഞ്ഞ ഈ 2013, 14, 15, 16 ആദ്യ കാലഘട്ടങ്ങളിൽ ഈ അറബ് വസന്തം നടന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ഈ സിറിയക്കുള്ളിൽ ഉണ്ടായിരുന്ന ഐസിസ് ഭീകരന്മാർ എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐസിസ് ഭീകരന്മാരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും സിറിയക്കുള്ളിൽ അവർ താമസം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പഴയ ആ ഒരു പ്രതാപകാലം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒത്താശ ചെയ്തിരിക്കുന്നതിൽ അമേരിക്ക നമ്പർ 1 ആണ്. അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ മിലിറ്ററി ബേസ് എല്ലാം ഒഴിഞ്ഞു കൊടുത്ത് അമേരിക്ക പോയിരിക്കുന്നത്. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി, ഇനി നിങ്ങൾ ഐസിസ് വളർത്തുവോ, നിങ്ങൾ മതപ്രചരണം നടത്തുവോ, ഇല്ലെങ്കിൽ ഈ ലോകത്തിന് ബോംബിട്ട് തകർക്കുവോ, നിങ്ങൾ സ്വയം പോയി പൊട്ടിത്തെറിക്കുവോ, എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക മാറി നിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് അമേരിക്ക വീണ്ടും ഇടപെടാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ഇവർക്കെതിരെ അമേരിക്ക വരുമായിരിക്കും. കാരണം ഇവരെ വളർത്താനും ഇവരെ സമയാസമയങ്ങളിൽ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനും അതുപോലെ തന്നെ നശിപ്പിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കംപ്ലീറ്റ് ഇവരെ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ മറ്റുള്ള കോമൺ വേൾഡിൽ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത മറ്റുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളോടൊക്കെ അമേരിക്കയുടെ പ്രതിബദ്ധത എന്താണ്? അതാണ് നമുക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത്. 2025 തന്നെ ഈ തുർക്കിയുമായിട്ട് ഒത്തുചേർന്ന് തുർക്കി ബാക്ക്ഡ് ഈ ഐസിസ് ടീമുകളെ മൊത്തം
ഈ അഹമ്മദ് അൽ ഷാര സിറിയക്കുള്ളിൽ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അമേരിക്ക കുർദുകളോട് ഇപ്പോൾ കാണിച്ചത്, സിറിയയിലുള്ള കുർദുകളോട് കാണിച്ചത് ശരിക്കും വഞ്ചനയാണ്. ആ വഞ്ചന എന്തിനാണ് കാണിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. പിന്നീട് എന്തായാലും തീർച്ചയായിട്ടും ലോകം മനസ്സിലാക്കും അമേരിക്ക എന്താണ് ചെയ്തതെന്നുള്ളത്. 2025-26 ഇനി വയലേഷൻ്റെ നാളുകളാണ് സിറിയയിൽ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കമ്മ്യൂണിറ്റികൾ അലോവൈറ്റ്സ്, കുർദുകൾ, ഡ്രൂസ്, ഈ 3 കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, ഈ 4 കമ്മ്യൂണിറ്റിയും അവിടെ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഏത് നേരത്തെ എന്ത് സംഭവിക്കാം. ശ്രദ്ധിക്കാനൊന്നുമില്ല, നാട് വിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അഹമ്മദ് അൽ ഷാര എന്ന് പറയുന്നത് ഒന്നാന്തരം തീവ്രവാദിയാണ്. ഇവൻ ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പറയും, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ എൻ്റെ സേനകൾക്ക് ഞാൻ കൃത്യമായിട്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്, അവരങ്ങനെ മൈനോറിറ്റികളെ ഒരു രീതിയിലും ഒരു ഉപദ്രവിക്കില്ല, ഞാൻ ഡെമോക്രസിയുടെ പര്യായ പദമാണ്, ഞാൻ മൈനോറിറ്റികളുടെ റൈറ്റ് ശക്തമായ രീതിയിൽ ഞാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഉടായ്പൊക്കെ ഇറക്കും. പക്ഷേ പിന്നിലൂടെ അവൻ എന്താണോ ചെയ്യേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് നടത്തും. കാരണം ഇവൻ പുണ്യാളനൊന്നുമല്ല, അതാദ്യം മനസ്സിലാക്കണം. ഇവൻ ശരിക്കും AQ എന്ന് പറഞ്ഞ ആ അതിഭീകരമായിട്ടുള്ള തീവ്രവാദ സംഘടനയിൽ നിന്നും രൂപം കൊണ്ടുവന്ന നുസ്ര ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ തീവ്രവാദ സംഘടനയിൽ നിന്നും പിരിഞ്ഞു വന്ന ഐസിസിൻ്റെ തീവ്രവാദിയാണ്. അമേരിക്കയെയും യൂറോപ്പിനെയും മറ്റുള്ള ലോകത്തുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് അവൻ്റെ തീവ്രവാദം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യാവസ്ഥ. ആ പൊട്ടനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അമേരിക്ക ഏതോ ഒരു കാലത്ത് അവനെ കുറച്ചുനാൾ ഇറാഖിൻ്റെ ജയിലിൽ വെച്ചിട്ട് ഉപദേശിച്ചു, അപ്പോൾ അതുകൊണ്ട് അവൻ നന്നായി എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെയും പറ്റിക്കുന്നു, സ്വയം പറ്റിക്കപ്പെടുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിറിയയെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം സിറിയ ഒരു വല്ലാത്ത ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. തീവ്ര നിലപാടുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ നിർവചിക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.